ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? തിരക്കിലായിരിക്കുമല്ലേ? തിരക്കിലുള്ളവരാണെങ്കിലും കുറച്ച് സമയം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരാം. എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ട് നമുക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. എന്താണ്? കരിവാളിപ്പ് കൂടി കരിമംഗല്യം, പിഗ്മെൻറ്റേഷൻ, മെലാസ്മ എന്നൊക്കെ ഇതിനെ പറയും. പലർക്ക് സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖം നോക്കുകയേ വേണ്ട. എല്ലാവർക്കും അറിയാമല്ലോ, മുഖത്തോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ചിലർക്ക് ഈ ഒരു ഭാഗത്ത് 2 സൈഡിലുമായിട്ടായിരിക്കും വരുന്നത്. ചിലർക്ക് നെറ്റിയിൽ വരും, ചിലർക്ക് മൂക്കിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് കറപ്പടിച്ചിരിക്കും, ചിലർക്ക് കഴുത്തിൽ വരാറുണ്ട്, കൈകളിൽ വരാറുണ്ട്, പല സ്ഥലങ്ങളിലും ഇത് വരാറുണ്ട് കേട്ടോ. കൂടുതലും ഇത് സ്ത്രീകളിലാണ് കാണുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകളിലാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് ഇതുണ്ടാകും. മെലാനിൻ്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ ആ ഒരു ഫേസിലും ഒക്കെ ഇതുപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ഒരുപാട് ടെൻഷൻ അടിക്കുന്നവർക്ക് ഉണ്ടാവും. ശരിക്കും ഉറക്കം കിട്ടാത്തവർക്ക് ഇതുണ്ടാവും. അതുപോലെ തന്നെ രാത്രിയിൽ ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ മുഖത്ത് കരിവാളിപ്പും കണ്ണിനടിയിൽ കറുപ്പും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഏതൊരു കാര്യവും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏതൊരു കാര്യവും ചെയ്യുമ്പം അത് കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് എടുത്തുള്ളൂ. അങ്ങനെ ആരും ചെയ്യാറില്ല. എല്ലാവരും ഒരാഴ്ച കഴിയുമ്പം അതിന് റിസൾട്ട് ഇല്ലെന്നും പറഞ്ഞ് പിന്നെ അങ്ങ് മാറ്റി വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കുറച്ച് നാൾ അടുപ്പിച്ച് ഉപയോഗിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം ചില പായ്ക്കളൊക്കെ നമുക്കൊന്ന് കൂടിയ പോലെ തോന്നും. പ്രത്യേകിച്ച് ഈ ആയുർവേദ പായ്ക്കളൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയുർവേദ പൊടികളും മേടിച്ച് സാധനങ്ങളൊക്കെ തേക്കുമ്പോൾ, അതുപോലെ തന്നെ മഞ്ചിഷ്ട പൗഡർ, ഇരട്ടി മധുര, അങ്ങനത്തെ പൗഡറൊക്കെ തേക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ആദ്യം ഒന്ന് കൂടുന്ന പോലെ നമുക്ക് തോന്നും. അത് നമ്മൾ മൈൻഡ് ചെയ്യുക വേണ്ട. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് പോവുക. ഓരോ കാര്യം ഇടുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങളാണ്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് കൂടിയിട്ടേ ചിലർക്ക് കുറയത്തുള്ളൂ. ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ചിലപ്പോൾ ഇടുമ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് ചിലർക്ക് മാറ്റം സംഭവിക്കും. ചിലവർക്ക് ഇത് തുടർച്ചയായിട്ടിട്ട് ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴേ മാറി തുടങ്ങത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും നിങ്ങൾ ഈ ഏത് സംഭവം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മളൊരു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളൊരു മെഡിസിൻ ആണെങ്കിലും കഴിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് മെഡിസിൻ ഒരു പനിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾക്കോ മെഡിസിൻ തരും. നമ്മൾ ആ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ തരുന്നത്. അല്ലാതെ നമ്മൾ ആ ഗുളിക കഴിക്കാതെ അവിടെ മാറ്റി വെച്ചിരുന്നത് നമ്മുടെ അസുഖം ഭേദമാകത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നാച്ചുറൽ സാധനങ്ങൾ. അത് പതുക്കെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ 100% റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ ചെയ്യുക. നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അല്ലേ? നമ്മൾ ഓരോ കാര്യത്തിനും ടെൻഷൻ അടിച്ച് നമ്മൾ ഇരിക്കുന്നതിലും നല്ലത് നമ്മൾ ആ കാര്യം ചെയ്ത് വിജയിപ്പിച്ച് കാണിക്കുന്നതാണ് അല്ലേ? ഏതൊരു കാര്യമായാലും നമ്മൾ ഞാൻ ഈ പറയുന്ന പായ്ക്കിൻ്റെ കാര്യമാണല്ലോ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളായാലും എന്ത് കാര്യമായാലും നമ്മൾ ഒരുപാട് ഓവർ ടെൻഷൻ അടിച്ച് ചിന്തിച്ച് ഇങ്ങനെ കുത്തിയിരിക്കുന്നതിലും നല്ലത് എന്താണ്, നമ്മളതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളതിനെ തരണം ചെയ്ത് നമ്മൾ മുന്നേറി കാണിക്കേണ്ടതാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാൽ. പോസിറ്റീവായിട്ട് നമ്മൾ തൻ്റെ ഇടത്തോടെ ചിന്തിക്കുക, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു എനർജിയും കാര്യങ്ങളും കിട്ടും. അവർക്കാണെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവർ അതേ പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനോ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനോ ഒന്നും അവർക്ക് ഒരു താല്പര്യം കാണത്തില്ല. ഒരിക്കലും അങ്ങനെ ഇരിക്കരുതെന്നാണ് ഇവിടെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് കേട്ടോ ഇത്രയും ടെൻഷൻ ഇതായി പോകുന്നത്. ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ടെൻഷൻ അടിച്ചിരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എൻഗേജ്ഡ് ആകുവാണെങ്കിൽ നമുക്ക് അതെല്ലാം മറന്നിരിക്കാൻ പറ്റും. നമ്മൾ മനസ്സുകൊണ്ട് തന്നെ തയ്യാറെടുക്കുക. ഒരിക്കലും ഞാൻ ടെൻഷൻ അടിച്ച് എൻ്റെ ജീവിതം കളയരുത്, അതിന് മറികടന്ന് ഓവർകം ചെയ്ത് ഞാൻ അതിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നല്ല രീതിയിലുള്ള പോസിറ്റീവുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയോടെയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യം വിജയത്തിലെത്തിക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പായ്ക്കിൻ്റെ കാര്യം ഓരോ പായ്ക്കും തരുമ്പോൾ നിങ്ങളോട് പറയുന്നത്, പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ ഇടുക. നമുക്ക് മാറും എന്ന് വിചാരത്തോട് തന്നെ നമ്മൾ ഇടുക. തീർച്ചയായിട്ടും നമുക്ക് മാറും. അയ്യോ മാറത്തില്ല, ഇതുപോലെ എന്തെല്ലാം പായ്ക്കൾ ഞാൻ തേച്ചേക്കുന്നു, എന്തെല്ലാം പായ്ക്കൾ ഇട്ടേക്കുന്നു, എന്തെല്ലാം മെഡിസിൻ കഴിച്ചേക്കുന്നു, എനിക്ക് മാറിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കിനി മാറത്തില്ല എന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും മാറത്തില്ല. പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് എനിക്ക് മാറും, എന്തായാലും ഞാൻ തേച്ച് ഞാൻ മാറ്റിയെടുക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഞാൻ ഇന്ന് ഈ പറയുന്ന പായ്ക്ക് നല്ല രീതിയിൽ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും ഒക്കെ മാറി സ്കിന്ന് ബ്രൈറ്റ് ആകാനും നല്ലൊരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനോടുള്ള നല്ലൊരു പായ്ക്കാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുഖത്ത് നല്ല ആ ഒരു പിഗ്മെൻറ്റേഷനും ഒക്കെ മാറി, കരിവാളിപ്പൊക്കെ മാറി, സൺടാനൊക്കെ മാറി നല്ല രീതിയിൽ മാറാനുള്ള നല്ല അടിപൊളി ഒരു പായ്ക്കാണ് കേട്ടോ.
അതിൻ്റേതായിട്ട് രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കരിമെങ്കിലും വേരോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റിക്കളയും കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പിട്ട് എന്താണ്, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളാണ് എൻ്റെ ഈ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ ഒരു ലൈക്ക് തരിക. അപ്പം നമുക്ക് ആ ഒരു പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. വാ. അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം വേരോടെ മാറ്റാനായിട്ടും അതുപോലെ നമ്മുടെ മുഖത്ത് കരിമംഗല്യം വരാതിരിക്കാനായിട്ടുമുള്ള ഒരു പായ്ക്കാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മഞ്ചിഷ്ട പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ചിഷ്ട പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചന്ദനപ്പൊടി, നല്ല ചന്ദനപ്പൊടി ആയിരിക്കണം. അപ്പോൾ അതും ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. പിന്നെ പാല് കേട്ടോ. തൈര് ഉപയോഗിക്കാം, പാൽ ഉപയോഗിക്കാം, തക്കാളി നീര് ഉപയോഗിക്കാം, എന്ത് വേണം നിങ്ങൾക്ക് ഈ പായ്ക്കിനകത്ത് ഉപയോഗിക്കാം കേട്ടോ. അലർജി ഉള്ളവർ, പാലിന് അലർജി ഉള്ളവർ തൈര് ഉപയോഗിക്കാം, തൈരിന് അലർജി ഉള്ളവർ ക്യാരറ്റ് നീരും തക്കാളി നീരും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ മാറി മാറി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അലോവേര ജെല്ല് അലർജി ഇല്ലാത്തവർക്ക് അലോവേര ജെല്ല് ഇതിനകത്ത് മിക്സ് ചെയ്യാവേ. പിന്നെ നമുക്കിതൊരു ബൗളിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മാറിക്കിട്ടും. നിങ്ങൾക്ക് എത്ര കൂടിയ കരിമംഗല്യവും മാറിക്കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ നല്ല രീതിയിൽ മാറിക്കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ മിക്സ് ചെയ്യാം. ആദ്യം മഞ്ചിഷ്ടാപ്പൊടി ഇട്ട് കൊടുത്തു, ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ചന്ദനപ്പൊടി, രക്തയന്ത്രമല്ല കേട്ടോ, ചന്ദനപ്പൊടി തന്നെയാണ്. ഇത് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റിൻ്റെ ജ്യൂസ്, പിഗ്മെൻറ്റേഷൻ മാറി കിട്ടാനായിട്ട് നല്ല നിറം കിട്ടാനായിട്ടും ഒക്കെ ക്യാരറ്റിൻ്റെ ജ്യൂസ് നല്ലതാണ്. അപ്പോൾ ഇത് 2 സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തിരി ക്യാരറ്റിൻ്റെ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി പാലൂടെ ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ 2 സാധനവും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അന്നെടുത്ത് കുഴച്ച് തേച്ചാൽ മതി. മുഖത്ത് തേക്കാൻ ആവശ്യമായ ഈ സാധനങ്ങളെല്ലാം പൗഡറായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് അന്നേരം ഡെയിലി ചെയ്താൽ മതി. അപ്പോൾ നല്ലതായിട്ടൊരു മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇത് കരിവാളിപ്പും ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറിക്കിട്ടും. അല്ലാതെ പിഗ്മെൻറ്റേഷനും മാത്രമല്ല, നമ്മുടെ കരിമംഗല്യം മാത്രമല്ല. ചിലപ്പോൾ പിഗ്മെൻറ്റേഷൻ എന്ന് പറയാൻ എന്നാന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടും മാറി മാറി പറയുന്നത്. പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം, മെലാസ്മ ഇതൊക്കെ പറയുന്നത് തന്നെ എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ നമുക്ക് ഫേസിൽ തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ, നിങ്ങൾക്ക് ഈ ഒരു കരിമംഗല്യം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് നല്ലതായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ പിടിപ്പിക്കുക. മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ എല്ലാവരും. ഇത് നമുക്ക് മൊത്തം മുഖത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പം മുഖം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ മുഖമെല്ലാം ക്ലീൻ ചെയ്തു. ഈ പായ്ക്കിട്ട് കാണിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ മുഖത്ത് ഒന്നും തേച്ചിട്ടില്ല. ഞാൻ കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് മാത്രമേ ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ കൈകളൊക്കെ നല്ല വൃത്തിയാക്കുക. ഇത് കൂടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കൂടാതെ നിങ്ങളിത് ഇടയ്ക്കൊക്കെ ഇട്ട് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അപ്പം പാലും തൈരും ഒക്കെ അലർജി ഉള്ളവർ
തക്കാളി നീരോ അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ നീരോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വെക്കാം. അലോവേര ജെല്ല് അലർജി ഇല്ലാത്തവർക്ക് അലോവേര ജെല്ല് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. എന്തായാലും മഞ്ചിഷ്ട പൗഡറും ഇരട്ടിമധുരത്തിൻ്റെ പൊടിയും ചന്ദനപ്പൊടിയും മസ്റ്റായിട്ട് വേണം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്ത് നമ്മുടെ എന്താ പറയുക രക്തചന്ദന പൊടിയും കൂടെ വേണമെങ്കിൽ തേക്കാം. ചിലർക്ക് രക്തചന്ദന പൊടി തേക്കുമ്പം ഇരുണ്ടു പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക അലർജി ഉണ്ടാകുന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉപേക്ഷിക്കാം. പക്ഷേ എന്തായാലും ഈ 3 പൗഡർ വേണം. മഞ്ചിഷ്ട പൗഡറും ഇരട്ടിമധുരത്തിൻ്റെ പൗഡറും ചന്ദന പൗഡറും മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കണം. അതില്ലാതെ ഇത് പറ്റത്തില്ല. ഇത് വേരോടുകൂടി നമ്മുടെ ആ ഒരു പിന്നെ പിഗ്മെൻറ്റേഷൻ, അതായത് കരിമംഗലം മാറി കിട്ടാനായിട്ടുള്ളൊരു പായ്ക്കാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണം. പാലും തൈരും പറ്റത്തില്ലെങ്കിൽ പിന്നെ മാറ്റിയിട്ട് നമുക്ക് തക്കാളി നീരോ ക്യാരറ്റിൻ്റെ നീരോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എന്തായാലും പിന്നെ ഇതിപ്പം പായ്ക്ക് കഴുകി ഇതൊന്നും കാണിക്കുന്നില്ല, നിങ്ങളോട് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി അത് പറഞ്ഞ് കാണിച്ച് തന്നിട്ട് നിങ്ങൾ പിന്നെ ഇനി അത്രയും സമയം കൂടെ കളയേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് മുഖത്ത് തേച്ചിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെറു ചൂടുവെള്ളം, അതായത് വെക്ക ചൂടെന്നൊക്കെ നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു ചെറിയ ചൂട്, ഒരു ഉപ്പാം വാട്ടർ, തണുപ്പ് പോലെ ചൂടുമല്ലാത്ത രസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അത് വെച്ചിട്ട് നമ്മൾ മുഖം നന്നായിട്ട് കഴുകിയെടുക്കുക. ചെറു ചൂടുവെള്ളത്തിൽ മാത്രം കഴുകിയെടുക്കുക. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ല ചുമ്മാ വാരി തേച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തില്ല. അതിനുശേഷം നമ്മളെല്ലാം മുഖമെല്ലാം കഴുകി. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരമാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പകലിനെക്കാട്ടി കൂടുതൽ വൈകുന്നേരം ചെയ്യുന്നതാണ് നല്ലത്. ഒരു എപ്പോഴാണ് ഉച്ച കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുമ്പോൾ ആ ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ആദ്യം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. ചെറുതായിട്ട് ഞാൻ പറഞ്ഞ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഐസ് ക്യൂബ് വെക്കുക. ചെറുതായിട്ട് തുണിയിൽ കോട്ടൺ ഡയറക്റ്റ് ഐസ് ക്യൂബ് വെക്കാൻ പറ്റുന്നവരെ ഡയറക്റ്റ് വെക്കുക. ഇല്ലാത്തവരെന്താണ് തുണിയിൽ പൊതിഞ്ഞിട്ട് ഐസ് ക്യൂബ് വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. തുണിയിൽ പൊതിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ഡയറക്റ്റ് ഐസ് ക്യൂബ് വെക്കുമ്പോൾ ഇറിറ്റേഷൻ ഉള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ തുണിയിൽ പൊതിഞ്ഞിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അല്ലാത്തൊരു ഡയറക്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക ഐസ് ക്യൂബ് വെച്ചിട്ട്. ഉരയ്ക്കുക, റബ്ബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ഇട്ട് ഉരയ്ക്കാനല്ല, സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കിയല്ലോ. വൃത്തിയാക്കിയതിന് ശേഷം എന്താണ് അടുത്തത് ചെയ്യേണ്ടത്? മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സിറമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സിറം യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. പിന്നെ എന്താ പറയുക, പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് സൺസ്ക്രീം പുറത്തോട്ട് പോകുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. മോയ്സ്ചറൈസറിൻ്റെ കൂടെ സൺസ്ക്രീമും ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഇട്ടേ പുറത്തോട്ട് പോകാവുള്ളൂ. ഈ ഒരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം ഉണ്ടായവർക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഫലവും കിട്ടത്തില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകണം. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മുഖം കഴുകിയതിന് ശേഷം നിങ്ങൾ കരിമംഗല്യം ഉള്ളവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമും മസ്റ്റായിട്ട് യൂസ് ചെയ്ത് പോകണം. നിങ്ങൾക്ക് പിന്നെയും നിങ്ങളുടെ ഒരു കാറ്റടിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക പാചകം ചെയ്യുമ്പോഴുള്ള തീയുടെ പുകയും ഇതൊക്കെ അടിച്ചാൽ തന്നെ ഇതൊക്കെ കൂടിക്കൂടി വരും. വെയിൽ മാത്രമല്ല, അപ്പോൾ നമ്മുടെ ഒരു സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ആരും ഇതൊന്നും ചെയ്യാറില്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിനും റിസൾട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. വരാതിരിക്കുന്നതിനായിട്ട് ഇതിന് മുമ്പേ നമ്മൾ ഇതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരത്തില്ല. പല പല പായ്ക്കുകളും നാച്ചുറലായിട്ടുള്ള പായ്ക്കുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് വരത്തില്ല, ഒഴിവാക്കി പോകും. അല്ല വന്ന് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടേ ഒക്കത്തുള്ളൂ. കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്തു പോവുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. വേരോടെ തന്നെ ഇത് മാറിക്കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇതുള്ളവർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നമുക്ക് കിട്ടുന്ന റിസൾട്ട് മറ്റുള്ളവരിലേക്കും എത്തട്ടെ. നമുക്കത് റിസൾട്ട് കിട്ടി, ഇനി ആർക്കും കിട്ടണ്ട, എനിക്ക് കിട്ടിയല്ലോ ഇനി വേറെ ആർക്കും കിട്ടണ്ട എന്നൊരിക്കലും നമ്മൾ കരുതരുത്. മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും അത് മാറിക്കോട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു നമുക്കുള്ളതും കൂടെ മാറിപ്പോവും. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും കുശുമ്പ് വിചാരിക്കരുത് ഒരു കാര്യത്തിലും. പിന്നെ എല്ലാവർക്കും കുശുമ്പ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.